വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും. അപ്പോൾ ഗൈസ്, ഇതെന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു സംഭവമാണല്ലേ. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസം ആയെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇപ്പോഴാണ് കേട്ടോ കയ്യിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് ആ കുക്കുവിൻ്റെ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ അതിലെന്താണെന്ന്. അവന് സന്തോഷം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ്. ഇതപ്പോൾ കൊറിയർ നമുക്ക് എത്തിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കുക്കുവിനെ ഓർഡർ ചെയ്ത വണ്ടി. യെസ് ഗൈസ്, കുക്കുവിന് ഹാപ്പി ബർത്ത്ഡേക്ക് സർപ്രൈസായി എടുത്ത് വെച്ചൊരു സംഭവമായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഓളവും താളവും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് കാരണമാണ് നമ്മളിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. വീഡിയോസൊക്കെ ഇരുന്ന് കാണുക, ഷോർട്സൊക്കെ നമ്മളിട്ടുണ്ട്, ലൈവ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇത് ഒടുക്കത്തെ വെയിറ്റാണ് കേട്ടോ, കണ്ടില്ലേ? കുക്കുവിൻ്റെ അച്ഛന് തന്നെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുക്കുവിനെ ഓർഡർ ചെയ്ത വണ്ടി വന്നിട്ടുണ്ട്. വന്നപ്പോൾ തുടങ്ങി ചെക്കൻ അതിന് 4 പുറം ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട്, തുറന്നൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവൻ്റെ കാത്തിരിപ്പാണ് ഗൈസ്. കാത്തിരിപ്പ് കണ്ടില്ലേ? അവസാനം അവിടെ നിന്ന് അവന് മതിയായി ഗൈസ്. പിന്നെ അവൻ തന്നെ സ്റ്റൂളൊക്കെ സ്റ്റൂളിലിരുന്നിട്ട് ഞാൻ ഇതിലിരുന്ന് നോക്കിക്കോളാം എന്നൊക്കെ അങ്ങനെ ചെയ്യുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്കത് കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് കുക്കൂസ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ പാവന ബസ്സിലാണ് കേട്ടോ വരുന്നത്. അച്ഛയും കുട്ടിയും കൂടെ ബൈക്കിൽ വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു നമ്മുടെ പാവന. അങ്ങനെ പാവന ബസ്സിലെ ഡ്രൈവറും വിനോട്ടനൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കയറ്റി വെക്കാനും കയറ്റി ഇറക്കാനും നമുക്ക് ഷോപ്പിൻ്റെ അടുത്തേക്ക് വണ്ടി നിർത്തി തരാനൊക്കെ. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ തലണക്കാട്ടിൽ നിന്ന് ഞങ്ങൾ 2 കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് കുക്കൂസ് എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ. താങ്ക് യു കുക്കു, അടിപൊളിയായിട്ട് ഞങ്ങൾ 2 ഫ്രെയിമിൽ കൊള്ളിച്ചു ചേർക്കാൻ. എന്തായാലും താങ്ക്സ് കുക്കൂസേ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. നല്ല ഒടുക്കത്തെ വെയിറ്റാണ് കേട്ടോ ഗൈസ്. എൻ്റെ കൈയും കുക്കുവിൻ്റെ അച്ഛൻ്റെ കഴുത്തും ഒക്കെ എന്താ പറയുക, പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഭയങ്കര വെയിറ്റാണ്. അത് നിങ്ങൾ താങ്ങി പിടിച്ചു കൊണ്ടുവന്നപ്പം ഭയങ്കര വെയിറ്റ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഞങ്ങളങ്ങനെ അയലസ എന്നൊക്കെ പറഞ്ഞ് ഏറ്റി കൊടുന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി ഇത് ഓപ്പൺ ചെയ്യുകയാണേ. അവൻ്റെ ഓട്ടം നോക്കുക, എനിക്ക് ചിരി വരികയാണ് കേട്ടോ. ഓടാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു, അത് തുറന്നൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുക്കൻ്റെ കാത്തിരിപ്പ്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഇനിയിപ്പോൾ ഇത് ഓരോന്നോ നമ്മൾ ഫിറ്റ് ചെയ്യണമല്ലോ. അതൊക്കെ കഴിഞ്ഞതൊന്ന് ഓടിക്കുമ്പോഴത്തേക്കും ചെറുക്കൻ ഇങ്ങനെ എന്താ ഞാൻ പറയാം, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. അവൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഹാപ്പിനെസ്. പക്ഷെ അത് കുറച്ച് ദിവസം വഴുകി പോയി. അപ്പോൾ ബർത്ത്ഡേക്കും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിനിതാ ഇതാണ് കേട്ടോ സംഭവം. ഇനി ഇത് പാക്കിംഗ് ഒക്കെ മാറ്റി കാണിച്ചു തരാം. ഇതിനി ഫിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ടടാൻ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ്. ഓരോ സംഭവങ്ങളും നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ് സംഭവം, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ടയറുകൾ നോക്കിയപ്പോൾ കോട്ടയ്ക്ക് അടിപൊളി ടയറുകൾ, പൊളി. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. ടടാൻ അങ്ങനെ കുക്കൂസിൻ്റെ വണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്തു ഗൈസ്. ചെറുക്കൻ്റെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ മട്ടിലാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ വൈറ്റ്, ഒരു ഒലിവ് ഗ്രീൻ, അങ്ങനെയൊക്കെ കളേഴ്സ് ഉണ്ടായിരുന്നു. യെല്ലോ, റെഡ് അങ്ങനെ 3-4 കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ കുക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് യെല്ലോ ആയതുകൊണ്ട്, ആക്ച്വലി അവന് ഇഷ്ടപ്പെട്ട കളറ് ഗ്രീനാണ് കേട്ടോ. പക്ഷേ ഗ്രീൻ ഒരു പഞ്ചില്ല, അതുകൊണ്ട് നമ്മൾ യെല്ലോ കളർ എടുത്തു കേട്ടോ. യെല്ലോ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അടിപൊളിയുണ്ട് സാധനം. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. ഇപ്പോഴല്ലേ ഇവർക്ക് ഈ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഗൈസ്. വലുതാവുമ്പോൾ വലിയ ആഗ്രഹങ്ങളായിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ സാധിച്ചു കൊടുക്കുക. ഹാപ്പി ആയിരിക്കട്ടെ. നമ്മൾക്ക് കിട്ടാത്തതിലെ നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോഴൊരു ഹാപ്പിനെസ്, അങ്ങനെ നമുക്കും കൂടി ഇതിലിരുന്ന് ഓടിക്കാമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു വകുപ്പൊക്കെ കാണുമ്പോൾ ഗൈസ്. എന്തായാലും നമ്മളിതിന് വെറുതെ വിടാൻ പോകുന്നില്ല. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒന്ന് ഓടിച്ച് നോക്കണം. അങ്ങനെ ഫൈനലി അങ്ങനെ കൊക്കോസ് കണ്ടില്ലേ, വലിയ പിടുത്ത് എന്തൊക്കെയോ പറയണം കേട്ടോ, വണ്ടീനെ പറ്റിയിട്ട് എന്തൊക്കെയോ പറയുകയാണ്. ഇത് ആ വണ്ടിയാണ് ഈ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കഥ പറച്ചിലാണ് കേട്ടോ. ചാട്ടാണ്, ഓട്ടാണ്, ചീറ്റിയാണ് സാറേ ഓൻ്റെ മെയിന്. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഓളവും താളവും അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾക്ക് ആവശ്യമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ലൈവിനൊക്കെ കയറി എല്ലാവരും സപ്പോർട്ടാക്കണം. ലൈവിലത്തെ അങ്ങനെ ഇതാണ് നമ്മുടെ കാറിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം കേട്ടോ. ഇതിന് നമുക്കിനി ഒറിജിനൽ കാറിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ ഗൈസ്. ഇതിനാണെങ്കിൽ മാനുവലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുക്കുവിൻ്റെ അച്ഛൻ തന്നെയാണ് ഒരു എയിമിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെയാവും കേട്ടോ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ടയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളും പിന്നെ അതിൻ്റെ സീറ്റും ലൈറ്റും കുറേ സംഭവങ്ങളുണ്ട്. കുറച്ചധികം നേരം നമ്മളിതിന് മെനക്കിട്ടു കേട്ടോ, ഇതൊന്ന് ഫൈനൽ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. യെസ്, കണ്ടില്ലേ ഗൈസ്. അങ്ങനെ കുക്കു ഭയങ്കര സഹായമാണ് കേട്ടോ. ഇതൊന്ന് കിട്ടേണ്ട ഗൈസ്, ഇപ്പം ഒന്ന് ഓടിക്കാന്നുള്ള മട്ടിലാണ് കേട്ടോ ഗൈസ് അവനിരിക്കുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്ത അച്ഛൻ കുട്ടി ക്ഷീണിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ ഗൈസ്. കാരണം എന്താ പറയുക, ടയേർഡായി. ഞങ്ങളത് ഏറ്റു വരുമ്പോഴത്തേക്കും തന്നെ ടയേർഡായി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പകുതി കുറച്ചായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒരു മാനുവൽ വെക്കായിരുന്നു, അത് മാത്രം നമുക്കൊരു ഇതായിട്ട് തോന്നി. ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ കുക്കുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഈ സംഭവങ്ങൾ, ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള കാറുകളും സൈക്കിളും വണ്ടികളുടെയൊക്കെ ഒരു ഷോറൂമും ആ ഷോപ്പിലാണ് ആബ്രം. അപ്പം അവർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവർ ഡൗട്ടൊക്കെ അവരെ വിളിച്ച് ചോദിച്ചിട്ടോ. അങ്ങനെ ഗൈസ് നോക്കിയൊക്കെ അടിപൊളി സാധനമല്ലേ, പൊളി സാധനം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. അങ്ങനെ ചാച്ചേട്ടൻ വന്നപ്പോൾ ചാച്ചേട്ടൻ ഭയങ്കര ഹാപ്പി. എടാ നമുക്ക് അങ്ങനെ ഓടിക്കാടാ ഇങ്ങനെ ഓടിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഡ്രസ്സ് പോലും മാറ്റാതെ ചായ ഒന്നും കുടിക്കാതെ ചാച്ചേട്ടൻ ഓടി വന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി. പിന്നെ അടി കൂടാതെ രണ്ടാളും അതിൽ കയറിയിരുന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ കുക്കൂസ് അലമ്പ് ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അവനിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ, കണ്ടില്ലേ, ടടാ. അങ്ങനെ ഫൈനലി ഇത് ഏകദേശമൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി സീറ്റാണോ ലൈറ്റാണോ ബോർഡ്, ഫ്രണ്ടിലത്തെ ബോർഡ്, അതിൽ ലൈറ്റ് കത്തിട്ടോ. കുക്കൂസിന് മെയിൻ അതിൽ ലൈറ്റ് കത്തണം. പിന്നെ ഇരിക്കുമ്പോൾ അവന് പാട്ട് കേൾക്കണം, അതൊക്കെയാണ് കേട്ടോ അവന് മെയിൻ ആകാംക്ഷ. പിന്നെ വണ്ടി കൊടുന്ന ബോട്ട്സ്, അത് ഏട്ടനും അനിയനും കൂടെ ബെഡ് പോലെ കിടന്ന് ചാടി അതിൻ്റെ പരിപ്പിളക്കുന്നുണ്ട്. പിന്നെ അപ്പൂസ് അവിടെ വന്നിരുന്നിട്ട് വണ്ടി ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിരുന്ന് ഓടിക്കാൻ കൈസ്. അതിനുള്ള വെയിറ്റിംഗാണ് ഞങ്ങൾ. അങ്ങനെ കണ്ടില്ലേ, ലൈറ്റ് കത്താൻ തുടങ്ങി. അതാണ് കുക്കുന് അത് മാത്രമേ വേണ്ടുള്ളൂ, ഹോണ്, ലൈറ്റ്, വണ്ടിയിലുള്ള പാട്ട്. പിന്നെ വണ്ടിയിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള കണക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. 65-70 kg വരെ വെയിറ്റും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ ശ്രദ്ധയോടു കൂടി ഫൈനലി അത് എന്താ പറയുക, സക്സസ്ഫുള്ളി ആവാൻ പോവാണ് ഗൈസ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കട്ട വെയിറ്റിങ്ങിലാണ് ഗൈസ് കാണാനായിട്ട്. പിന്നെ ചാച്ചും കുക്കും ഭയങ്കര ഹാപ്പി, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. അത് മതി നമുക്ക്. അവർക്ക് ഓടിക്കാൻ നമ്മൾ ഒരു സാധനം കിട്ടിയിട്ട് അവർക്കത് സെറ്റായിരുന്നു. അവർ കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പ്. ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ വാങ്ങിത്തരുമെന്നൊക്കെ കുറേ കാലമായി ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവനെങ്ങനെ
നമ്മളൊരു സാധനം അവന് വേണമെന്ന് പറഞ്ഞാൽ തന്നെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വില ഉണ്ടാവില്ല. അപ്പം നമ്മളവനെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് കുറേ മാസങ്ങൾ അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് എന്നിട്ടൊക്കെ നമ്മളൊന്ന് വാങ്ങിക്കൊടുത്തണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഫൈനലി ഒരു എന്താ പറയുക സീറ്റ് അങ്ങനെ അവൻ ഫസ്റ്റ് ടൈം കയറാൻ പോവാണ്. അത് ഡോറൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് പൊള്ളി. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതാണ് ഗൈസ്. നല്ല രസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഓടിക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മളിതാ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് നോക്കി വെക്കാം കുക്കു ഇതെങ്ങനെ ഓടിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആവുകൊണ്ട് അവനും പേടിയുണ്ട്. അപ്പം അതേ പിന്നെ ഇതിന് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ശരിക്കും കാറ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ കാലും ശ്രദ്ധിക്കണം, സ്വിച്ചും ശ്രദ്ധിക്കണം, സൈഡൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിൽ പോവാനായിട്ട്. ഓക്കെ അങ്ങനെതാ ഓക്കെ ചവിട്ടാണ്. ആക്സിലറേറ്റർ കാലിലാണ് കേട്ടോ. കാൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കാലിൽ ചവിട്ടി കഴിഞ്ഞ് വെച്ചാൽ അതങ്ങനെ പോയിക്കോളും. ഇത് സ്വാഗാണ്. ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട്, അതിലമർത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആടിക്കളിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഇത് 4 മണിക്കൂർ ചാർജ് വെക്കണം, 1 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻസൊക്കെ കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഏത് നേരവും ഇതിൽ കളിയൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടോ അതൊക്കെ കഴിഞ്ഞൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഗൈസ് ഇതിൽ കയറിയിരുന്നു. നല്ല രസമുണ്ട്. നമ്മുടെ ഈ എന്താ മോളിലൊക്കെ പോയി കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ പാർക്കിൽ പോയിട്ട് കളിക്കില്ലേ, ആ ഒരു കാറിൻ്റെ ഫീലാണ് ഇതിലിട്ടോ ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ 4 മണിക്കൂർ ചാർജ് ഉണ്ട്, എന്നാലേ 1 മണിക്കൂർ യൂസ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് നേരം ഫുൾ ടൈം ഇതിൽ കളിയൊന്നും നടക്കില്ല ഗൈസ്. അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ട്. അത് വെയിറ്റിംഗ് ആണ്. 4 മണിക്കൂർ ചാർജായിട്ട് പിന്നെയുള്ള 1 മണിക്കൂർ വെയിറ്റിംഗ് ആണ് കേട്ടോ. അത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. ഷോപ്പിൽ പോയിരുന്നിട്ട് എന്താ എപ്പോഴത് തുറക്കുക, എപ്പോഴത് ഓടിക്കാൻ പറ്റും, അങ്ങനെയായിരുന്നു കേട്ടോ. എന്നിട്ട് പൊളിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓണം തളം ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. കാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.